അപ്പോൾ ഞാൻ രാവിലെ എണീച്ചതേ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അച്ചാച്ചൻ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. പിന്നെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മഴയൊക്കെ മാറി നിൽക്കണ ഒരു അന്തരീക്ഷമായിരുന്നു. മഴയില്ല, പക്ഷെ മഴയൊക്കെ പെയ്തൊന്ന് മാറിയ പോലെ. പിന്നെ ഞാനൊന്ന് അടിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അമ്മയും ചേട്ടനൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലായിടവും ഒന്ന് അടിച്ചൊക്കെ വാരി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്ന് റെഡിയായിട്ട് കോതമംഗലം ഹോസ്പിറ്റലിൽ എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ കാണിച്ച് അത് ലേസർ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞാറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ദേ കുഞ്ഞാറ്റി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫിഷർമാനായ എൻ്റെ ചേട്ടൻ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിടയ്ക്കുന്ന മീനായിരുന്നു. പിന്നെ അമ്മാമ്മ ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട്, തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്, മത്തങ്ങ വിളയിക്കാൻ വേണ്ടി. ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളാട്ട് ഈ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കണേ. പിന്നെ അമ്മാമ്മ മത്തങ്ങ വിളയിക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. പിന്നെ അതെല്ലാം റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ ഇടനയിലയിൽ അത് നിറയ്ക്കുന്നുണ്ട്. പിന്നെ അമ്മാമ്മ അച്ചാച്ചനും കൂടെ ഇവിടെ ഇരുന്ന് യാതുനി വന്നൊന്നും വിളിക്കണേ. പിന്നെ കുഞ്ഞാറ്റി ഇവിടെ ഇരുന്ന് എന്തോ മെനപണിയാണ്, എന്താണ് അവൾ ചെയ്യുന്നത്. ഞങ്ങൾ ആശമ എടുത്ത് പോകാൻ വേണ്ടി റെഡിയാവുമായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയും ഞാനും ചേട്ടായും കൂടെ പോണേ. മഴയില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്കൂട്ടറിന് പോകാമെന്ന് വെച്ചിട്ട് ഞാനും ചേട്ടായും കുഞ്ഞാറ്റയും കൂടെയും ഇറങ്ങാം. പിന്നെ ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട് ആശമയുടെ വീട്ടിലോട്ട്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ കുറേ നേരം സംസാരിച്ച് പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഈ ഒരു സാധനം കഴിച്ചതിന് നിങ്ങളുടെ നാളെല്ലാം പറയണമെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളപ്പം റെഡിയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പേശായിട്ട് മേടിച്ചു, അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, സീ യു.